സ്നേഹമുള്ളവരെ, ദൈവം സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ്. ദൈവത്തിൻ്റെ സ്നേഹം അളവില്ലാത്തതാണ്. ദൈവത്തിൻ്റെ സ്നേഹം അതിരുകളില്ലാത്തതാണ്. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥ കൂടാത്തതാണ്. ഇതെല്ലാം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതും സുവിശേഷത്തിൽ പറയുന്നുണ്ട്, പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത് മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകാം, ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ. ആ പാട്ടെല്ലാം നമ്മൾ ധാരാളം പാടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതാണ്: ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സിന് അതീതമായ ആ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ എന്നാണ് പറയണേ. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവാചകനും അനുഭവസ്ഥനുമാണ് യോഹന്നാൻ ശ്ലീഹ. ഈശോയുടെ സ്നേഹം മുഴുവനും ഇതുപോലെ അറിഞ്ഞ ഒരാളില്ലെന്നാണ് സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ മുഴുവൻ ആശയം സ്നേഹം, മറ്റൊന്ന് വിശ്വാസം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം മുതൽ പറയുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹം പ്രകാശമാണ്. അതിൻ്റെ അവസാനം ലേഖനത്തിൽ കൃത്യമായിട്ട് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ വലിയ ഒരു സ്നേഹശാസ്ത്രം വർണ്ണിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു ശാസ്ത്രം, ദ സയൻസ് ഓഫ് ലവ് എന്നാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ എല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതും. കൊച്ചു ത്രേസ്യ അതങ്ങ് അനുഭവിച്ചറിഞ്ഞു. എന്നിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയാറുണ്ട്, വീണ്ടും പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, എന്തെല്ലാം വരങ്ങളുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് എനിക്ക് വേറെ ഒരു വരവും വേണ്ട, എനിക്ക് ആ സ്നേഹം മാത്രം മതി. സ്നേഹമുള്ളവരെയും, ഈ പ്രോഗ്രാമിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ ദൈവസ്നേഹത്തിൻ്റെ ഒരു പുതിയ തീപ്പൊരി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. അതിലെനിക്ക് തന്നെ അത്ഭുതകരമായ ഒരു ബോധ്യം കിട്ടിയിരിക്കുന്നത് ഇതാണ്. യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇതാണ്: അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയച്ചു എന്നതിലുമാണ് സ്നേഹം. അപ്പോൾ നമ്മളെല്ലാം സാധാരണഗതിയിൽ നാം ദൈവത്തെ സ്നേഹിക്കണം, തീർച്ചയായിട്ടും. നാം സൽപ്രവൃത്തികൾ ചെയ്യണം, തീർച്ചയായിട്ടും. എന്നാൽ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു അനുഭവം, ഇതെല്ലാം ചെയ്യുന്നതിന് മുൻപ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള വിശ്വാസവും അതിൻ്റെ അനുഭവവുമാണ്. ആ ദൈവസ്നേഹത്തിൻ്റെ, അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ, അനന്തമായ സ്നേഹത്തിൻ്റെ, വ്യവസ്ഥ കൂടാത്ത സ്നേഹത്തിൻ്റെ വക്താക്കളും അനുഭവസ്ഥരുമാണ് ക്രിസ്ത്യാനികൾ. പ്രത്യേകിച്ചും നമുക്കറിയാം, ഭാരതത്തിലും പുറത്തുമെല്ലാം ഒരുപാട് തീവ്രവാദി പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ആരും അവരോട് ശത്രുത പുലർത്തുന്നില്ല. നമ്മൾ അവരോട് ക്ഷമിക്കാനുള്ള സ്നേഹം നമുക്ക് ദൈവം തന്നിരിക്കണം. എന്നാൽ ഇത് നമ്മുടെ വ്യക്തിബന്ധത്തിലേക്ക് ഇനി വരണം, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് വരണം, നമ്മുടെ ജീവിതത്തിൽ ഇത് പൂർണ്ണമായ അനുഭവമാകണം. ഒരിക്കൽ കൂടി ആ വാക്കിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല. കണ്ടോ, നമ്മളൊക്കെ വിചാരിക്കണം നമ്മൾ എന്തോരം ദൈവത്തെ സ്നേഹിക്കണം, എന്തെല്ലാം ചെയ്യണു, എന്നാൽ അതിലല്ല. പ്രത്യുത അവിടുന്ന്
നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് വിശ്വാസം. നമ്മൾ ആരെ വിശ്വസിക്കുന്നു, എന്ത് വിശ്വസിക്കുന്നു, എന്തിനു വിശ്വസിക്കുന്നു? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ രഹസ്യം ഇതാണ്: ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് അറിയുക. അറിയുക എന്ന വാക്ക് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മുടെ ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഭാര്യയെ അറിയുന്നു എന്ന് പറയും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒന്നാകുന്നു എന്നർത്ഥം. ഞങ്ങൾ ഒന്നാണ്. അവൻ അവളെ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അറിയുക എന്നതിന് സുവിശേഷത്തിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആർജവത്വം മുഴുവനും നമ്മിൽ ലയിച്ചു ചേർന്ന് നമ്മൾ ആ ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കുന്നവരായി നമ്മുടെ ആത്മാവും ദൈവാത്മാവും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണത്. സ്നേഹമുള്ളവരെ, ഈ രഹസ്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഇതാണ് യേശു നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്നേഹവും ദൈവത്തിൻ്റെ അസ്തിത്വവും മുഴുവനും നമ്മിലേക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധ പിതാവ് പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും എടുത്തു പറയുന്നൊരു വാക്കാണ് ദൈവത്തിൻ്റെ വാത്സല്യം. വാത്സല്യവും അവിടുത്തെ തലോടലും നീ അനുഭവിച്ചാൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇന്നുള്ള ഒരു വരണ്ട അവസ്ഥ ഒരുപക്ഷെ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. അമ്മ പറയും ഭർത്താവ് സ്നേഹിക്കുന്നില്ല, അപ്പൻ സ്നേഹിക്കുന്നില്ല, അപ്പൻ പറയും അമ്മ സ്നേഹിക്കുന്നില്ല, മക്കൾ പറയും മാതാപിതാക്കൾ സ്നേഹിക്കുന്നില്ല, മാതാപിതാക്കൾ പറയും മക്കളെ സ്നേഹിക്കുന്നില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരെ വളർത്തിയിട്ട് അവർ സ്നേഹിക്കുന്നില്ല. ഇതാണ് ഒരു വരണ്ട അവസ്ഥ. ഈ വരണ്ട അവസ്ഥയെക്കുറിച്ചാണ് ഏശയ്യായിലെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. വരണ്ട മരുഭൂമിയിൽ ജീവജലത്തിൻ്റെ ഉറവയുണ്ടാകും, നിങ്ങൾ ആശ്വസിക്കുവിൻ. അതാണ് യേശുവിൻ്റെ വരവിലൂടെ പ്രപഞ്ചത്തിൽ സമാഗതമായത്. ഈ പ്രപഞ്ചം മുഴുവനിലേക്കും മനുഷ്യവംശം മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്ന് പാപകരമായ അവസ്ഥയിലായിരുന്നപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാമത്തെ ഏറ്റവും പ്രസിദ്ധമായ തിരുവചനം പറയുന്നത്, ദൈവം ലോകത്തെ ഇത്രമാത്രം സ്നേഹിച്ചു, തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ചു, അവനിൽ വിശ്വസിക്കുന്നവരാരും തന്നെ നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുന്നതിനായി ദൈവം സ്നേഹിച്ചു. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ പരസ്യ ജീവിതത്തിൽ ഈശോ പാപികളിലേക്ക് കടന്നു ചെന്ന്, മത്തായിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്ന്, സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന്, സമരിയാക്കാരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ആ സ്നേഹം പകർന്നപ്പോൾ അവരുടെ ജീവിതം പച്ചവെള്ളം പുതുവീഞ്ഞായ പോലെ മാറി. സ്നേഹമുള്ളവരെ, വരുവിൻ, നമുക്ക് ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് ആ ഈശോ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ട് അവിടുത്തെ സ്നേഹം നമ്മളിലേക്ക് പ്രസരിപ്പിക്കുന്നു. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും അവിടുന്ന് സ്വപുത്രനെ നമുക്കായി പാപപരിഹാര ബലിയായി സമർപ്പിക്കുകയും ചെയ്തു. നമുക്കത് വിശ്വസിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോയുടെ സൗഖ്യാനുഭവത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സൗഖ്യം എന്ന് പറയുന്നത് ഈശോ തന്നെ നമ്മളിൽ രക്ഷയുടെ അനുഭവം തരുന്നതിൻ്റെ ഒരു രുചിയാണ്. ആ രുചി നുകരാൻ വേണ്ടി വരുവിൻ, നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം.
പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ ദൈവം നമ്മോട് കൂടെ കാലം മാറും ലോകം മാറും കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മോട് കൂടെ മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ വാഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ ഉയർത്തിടുന്നു നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, മനുഷ്യനായി അവതരിച്ച ദൈവം. ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ ദൈവം ആദ്യം അവരെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും സ്വന്തം പുത്രനെ നമുക്ക് പാപപരിഹാര ബലിയായി നൽകിക്കൊണ്ട് അത്രമാത്രം അനന്തമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഈശോ പറഞ്ഞ ഈ വാക്കോർക്കാം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ
ശുശ്രൂഷയിലൂടെ ഈ ചാനലിലൂടെ ലോകം മുഴുവനിലേക്കും ഈശോയുടെ പ്രകാശം പ്രസരിക്കുന്നു. ഈ ദിവ്യപ്രകാശത്തിൻ്റെ പ്രസരണത്തിലൂടെ വലിയ സൗഖ്യവും സ്നേഹവും വാത്സല്യവും ഈശോയുടെ തലോടലും നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഈശോ നമ്മുടെ കൂടെ സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവം, ഓ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. ആ ഈശോ ഈ അരളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട്. എന്നിരുന്നാലും ആ ഈശോയെ സ്നേഹവായ്പോടെ ഈ ഗാനം ആലപിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാവ യേശുനാഥ എന്നുള്ള ഈ ഗാനം നമുക്ക് ആലപിച്ചുകൊണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കുക. ആരാധനയിലൂടെയുള്ള സ്നേഹവും വാത്സല്യവും തലോടലും അനുഭവിക്കുക. ശാന്തിയിൽ നീന്തി നീന്തി കാന്തിയിൽ മുങ്ങി മുങ്ങി നിന്നിൽ ഞാനൂമി എന്നിൽ നീ ഇങ്ങനെ വാവ യേശുനാഥ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധന ആരാധന ഈശോയെ ആരാധിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോ സ്നേഹമാകുന്നു. ആരാധന യേശുവേ ആരാധന. വീണ്ടും വാവ യേശുനാഥ വാവ യേശുനാഥ എന്നൊരിക്കൽ കൂടി നമുക്ക് പാടിക്കൊണ്ട് ഈശോയെ യേശുനാഥ ഇത് ഇപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുവെ സ്നേഹിച്ചുകൊണ്ട് എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം നീന്തി നീന്തി കാന്തിയിൽ മുങ്ങി മുങ്ങി നിന്നിൽ
ഈശോ നമ്മുടെ ജീവിതത്തിൽ ലയിച്ചിരിക്കുന്നു. ഈശോയുടെ സ്നേഹമാണ് നമ്മളെ ദൈവമക്കളാക്കി മാറ്റിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ സാധാരണ മനുഷ്യരല്ല. നമുക്ക് ദൃഢമായി ശരണപ്പെടാം. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങയുടെ വാത്സല്യം ഞങ്ങൾക്ക് പകർന്നിരിക്കുന്നു. ഞങ്ങൾ പാപികളായിരിക്കെ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ജീവൻ അർപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഓ ഈശോയെ, നമുക്ക് ആ ഈശോയുടെ സ്നേഹത്തെ ഒരു നിമിഷമുള്ളിൽ ഒന്ന് ഓർക്കാം. ഈശോ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ശരീരം. ഇത് എൻ്റെ രക്തമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിനായുള്ള പുതിയ ഉടമ്പടിയിലെ രക്തം. ഓ ഈശോയെ, ആ രക്തത്തിൻ്റെ, ആ ശരീരവും രക്തവും അടങ്ങുന്ന ദൈവീക ജീവൻ മുഴുവനും ഞങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും അങ്ങ് തന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ വിശ്വാസികളായ ഞങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ അനുഭവം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇനിയും വിശ്വാസത്തിലേക്ക് ആഗമിക്കാനിരിക്കുന്നവരിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അത് പ്രസരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഒരുമിച്ച് കൂടി ടെലിവിഷനിലൂടെ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ സൗഖ്യമുണ്ടാകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സൗഖ്യം നൽകണമേ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും, ഞങ്ങളുടെ എല്ലാ കഷ്ടതകളും അങ്ങ് അകറ്റണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഇപ്പോൾ എല്ലാ രോഗങ്ങളും കഷ്ടതകളും അകറ്റിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈശോയുടെ അത്ഭുത ശക്തി ഒഴുകട്ടെ. എല്ലാവരെയും, എല്ലാ രോഗങ്ങളെയും, മാറാ രോഗങ്ങൾ മാറട്ടെ. അത്ഭുത രോഗശാന്തി ഉണ്ടാകട്ടെ. ഓരോ കുടുംബങ്ങളിലുമുള്ള നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് അങ്ങയുടെ സമാധാനം ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വാത്സല്യവും തലോടലും അനുഭവിച്ചുകൊണ്ട് ഓരോ കുടുംബ പ്രശ്നങ്ങളുള്ള പിരിമുറുക്കങ്ങളെല്ലാം അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ ദൈവസ്നേഹം തുടിക്കട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ ദൈവസ്നേഹം തുടിക്കട്ടെ. കുടുംബ ബന്ധങ്ങളിൽ ദൈവസ്നേഹം തുടിക്കട്ടെ. അതോടൊപ്പം ശാരീരിക സൗഖ്യമുണ്ടാകട്ടെ. ശാരീരിക സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ, രക്തധമനികൾ, മാംസപേശികൾ സൗഖ്യമാകട്ടെ. എന്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എന്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എന്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായി ഒരുങ്ങാം, മുട്ടുകുത്താം.
ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. സമാപന ആശീർവാദം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്.